എസ് രാഗിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ അവിടെ ഈ ആക്സിഡന്റ് നടന്ന സ്പോട്ടിലേക്ക് എത്തിയോ? കിടക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് അന്തർ സംസ്ഥാന ബസ്സാണ്. ബംഗളൂരുവിൽ നിന്ന് വരുന്ന വാഹനമാണ്. ഇതാണ് ഈ സിഗ്നലിൽ ഇടിച്ച് മറിഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ ആളുകളെ ഇതിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പലരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലർക്കും പരിക്ക്, സാരമുള്ള പരിക്ക് തന്നെയാണ്. എന്തായാലും ആംബുലൻസുകളിൽ ഇവരെ ഇവിടെ നിന്ന് മാറ്റി. വാഹനം ഇപ്പോഴും ദേശീയപാതയ്ക്ക് കുറുകെ മറിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയമാണ് ഈ സമയത്ത് വാഹനം സിഗ്നലിൽ ഇടിച്ച ശേഷം മറിയുകയാണ് ഉണ്ടായത്. ഈ ബസ് റോഡിന് കുറുകെ ഇപ്പോൾ മറിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശമൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്കുമുണ്ട്. വാഹനത്തിലുണ്ടായിരുന്ന പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇത് അന്തർ സംസ്ഥാന ബസ്സാണ്. അവിടെ നിന്ന് ഇവിടേക്ക് എത്തുകയായിരുന്നു. വരുന്ന ഘട്ടത്തിലാണ് ഈ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരും അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള ആളുകളും ഒക്കെ ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി പേർ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് എത്ര മണിയോടുകൂടിയാണ്? അല്ല, എനിക്കറിയില്ല. ഒരു അരമണിക്കൂറായി അറിയില്ല. നിങ്ങളിവിടെ മീഡിയത്തിൽ ഇടിച്ച് ബ്രേക്ക് പിടിച്ചപ്പോൾ പൊങ്ങി മറിഞ്ഞ ബൈക്കിന്റെ പൊക്കത്തേക്കാണ് വീണേക്കണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. പരിക്കുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെയാണ്. വേഗത ഉണ്ടായിരുന്നു. നല്ല വേഗത, സിഗ്നൽ കട്ട് ചെയ്ത് പോരാൻ വേണ്ടത് ആ ടൈമിങ്ങിന് സ്പീഡിൽ പോകുന്നതെന്ന് പറയണത്. ബൈക്കിന്റെ ബൈക്കുകാർ കുറച്ച് ഗുരുതരമുണ്ട്. എന്തായാലും ബൈക്കിന് മുകളിലേക്കാണ് ഈ വാഹനം മറഞ്ഞിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ സ്ഥലത്ത് ഇവിടെയുണ്ട്. അതോടൊപ്പം നാട്ടുകാരും ഒക്കെ ഉണ്ട്. ഈ വാഹനം അവിടെ അപകട സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബൈക്ക്, അതായത് തിരുവനന്തപുരത്തേക്ക് വരുന്ന അന്തർ സംസ്ഥാന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. മാടവന ജംഗ്ഷനിൽ വെച്ച്, അതൊരു 4 കോടി ഒരു ജംഗ്ഷനാണ്, അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. ആ കാറിനെ രക്ഷിക്കാൻ വേണ്ടി സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് ബസ് സ്കിഡായിട്ട് വേണം അപകടം മറിഞ്ഞതെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ബൈക്കിന് മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞത്. അത്രയും ഉയർന്നു പൊങ്ങി വീണു എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ബൈക്ക് യാത്രക്കാരൻ്റെ ആരോഗ്യാവസ്ഥ അല്പം ഗുരുതരമാണ്. അദ്ദേഹത്തെ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കും പരിക്കുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരുന്ന ബസ്സാണ് മറിഞ്ഞത്. ബൈക്കിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന അന്തർ സംസ്ഥാന ബസ്സിനാണ് അപകടം പറ്റിയത്. അവിടെ ആ മാടവന ജംഗ്ഷനിലുണ്ടായിരുന്ന ഈ കേന്ദ്ര ഫിഷറീസ് യൂത്ത് അവിടെയാണുള്ളത്, കോളേജ് അവിടെയാണുള്ളത്, ഈ മാടവന ജംഗ്ഷനിൽ. അതിൽ തൊട്ടടുത്താണ് ഈ അപകടമുള്ളത്. ആ സിഗ്നലൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. സിഗ്നൽ പോസ്റ്റിൽ സിഗ്നൽ ലൈറ്റ് ഇടിച്ച് അത് നശിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ക്രെയിൻ എത്തിച്ച് ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക്, ബൈക്ക് യാത്രക്കാരനാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത്. അദ്ദേഹത്തെ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോഡിന് പുറകെ കടന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും എത്രയും പെട്ടെന്ന് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഡ്രൈവറിൻ്റെ ആരോഗ്യാവസ്ഥ സാരമായ പരിക്കുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ബസ് അവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ആ സിഗ്നൽ ലൈറ്റ് ഇടിച്ച് തെറിച്ച് ആ റോഡിൽ പൊട്ടി വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ക്രെയിൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട്, പോലീസുണ്ട്, എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ബസ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഗൻ പറയൂ. ഇപ്പോൾ എന്തായാലും ഈ വാഹനം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാതയ്ക്ക് കുറുകെയാണ് ഈ വാഹനം മറഞ്ഞു കിടക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് ബസ് അമിത വേഗത്തിലായിരുന്നു എന്നതാണ്. അങ്ങനെ വേഗത്തിലെത്തിയ ബസ് സിഗ്നൽ കട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അങ്ങനെ സിഗ്നൽ ഇടിച്ചു മറിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം പലർക്കും പരിക്കേറ്റു. വാഹനത്തിലുണ്ടായിരുന്ന മിക്കവർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിക്ക് ഏൽക്കുകയാണ് ഉണ്ടായത്. ഇവരെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മാതൃഭൂമി എന്തായിരുന്നു? അതായത് ബസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണെന്നറിയില്ല.
എന്താ സംഭവിച്ചമായിട്ടൊന്ന് പറയൂ. അതായത് ചെറിയ മഴയായിരുന്നു. വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുവാണെന്ന് തോന്നുന്നുണ്ട്. തിരുവനന്തപുരം വണ്ടി ആയിരിക്കാം. പക്ഷേ വണ്ടി വന്ന് ആ സൈഡിൽ ഈ സൈഡിൽ ബൈക്കുകാരനുണ്ടായി. പുള്ളി വണ്ടി വന്ന് സിഗ്നൽ കണ്ട് വണ്ടി ചവിട്ടി. ബൈക്കുകാരൻ ചവിട്ടി? അല്ല ഈ ബസ്സുകാരൻ ചവിട്ടി. ബസ്സുകാരൻ ചവിട്ടിയിട്ട് ഈ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് കറക്റ്റ് ഇതിലല്ല കിടക്കുന്നത്. അപ്പോൾ ടാറിന്റെ മേളിൽ കയറിയാണെന്ന് അറിയില്ല, വണ്ടി സ്ലിപ്പായി. സ്ലിപ്പായിട്ട് നേരെ വണ്ടി ഇത് ചെയ്തിട്ട് നമ്മുടെ സിഗ്നൽ പോസ്റ്റിലേക്ക് ഇടിക്കും. സിഗ്നൽ പോസ്റ്റ് ഇടിച്ചിട്ട് നേരെ വണ്ടി മറിയാണ് ചെയ്യണത്. അപ്പോഴാണ് ആ സൈഡിൽ ബൈക്കുകാരൻ ഇങ്ങോട്ട് പോകാൻ വേണ്ടി വരുന്നത്. ബൈക്കുകാരൻ്റെ മേളിലേക്കാണ് വീണത്. അങ്ങനെ നമ്മളപ്പോൾ തന്നെ ഒന്ന് ഇത് പൊക്കാൻ പറ്റില്ല, നമ്മൾ ഇത്ര ആളുകൾ പൊക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എന്ന് വെച്ചാൽ അടിയന്തരമായിട്ട് വണ്ടിയിലുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും പരിക്കില്ലാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേര്? 20 പേരുണ്ടായിരുന്നതാണ് നമുക്ക് അറിയുന്നത്. കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ 20 പേരെന്നാണ് പറഞ്ഞത്. അങ്ങനെ കാര്യമായിട്ട് ആർക്കും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവർ എല്ലാവരും നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, ചെറിയ സ്ക്രാച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഏതോ ഒരു സ്ത്രീയുടെ കൈക്കെന്തോ റോഡി വേണമെന്ന് തോന്നുന്നു. അല്ലാതെയുള്ള വേറെ കാര്യമായിട്ട് ആർക്കും ഇല്ല ഈ യാത്രക്കാർക്ക്. ഈ വണ്ടിയുടെ അടിയിലുണ്ടായിരുന്ന പുള്ളിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. കൊണ്ടുപോയി അല്ലേ? അതേതോ ലേഷർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. വാഹനം അമിതമായിരുന്നു ബസ്? അമിത വേഗം ഒന്നും പറയാൻ പറ്റില്ല. മഴയുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ മേത്തേക്കാണ് ബാക്ക് വശം വന്ന് മറിഞ്ഞു വീഴുന്നത്. നേരെ വന്ന് വണ്ടി ചവിട്ടി കിട്ടാനായിട്ട് നേരെ ഇങ്ങനെ നേരെ പുള്ളിയുടെ ബാക്കിലേക്ക്. വലിയൊരു അപകടം അതാണ് കൊച്ചി മാടവനയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ അന്തർ സംസ്ഥാന ബസ് തിരുവനന്തപുരത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ് മറിഞ്ഞത്. ബൈക്കിന്റെ മുകളിലേക്കാണ് ബസ് വീണത്. ബൈക്ക് യാത്രക്കാരന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് ഈ വാർത്തയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് മടങ്ങി വരാം.